പൊട്ടിച്ചിരികളുടെ ശബ്ദം കേട്ട റാമോഹൻ ബ്ലെയിൻ ഗെയിൻ കയ്യിലെടുത്തു. ചിരിയുടെ ശബ്ദം കേട്ട സ്ഥലത്ത് വന്നെത്തി. സുമ പറഞ്ഞു, ഞങ്ങളിവിടെ ഉണ്ടേ. ഓഹോ, എന്താണ് ചിരിക്കുള്ള കാരണം? എനിക്കും ചിരിക്കാമല്ലോ. കേൾക്കട്ടെ, പറയൂ, റാമോഹൻ അവരോടായി ചോദിച്ചു. തുകിന ഓടി റാമോഹന്റെ അടുക്കലെത്തി പറഞ്ഞു, നമ്മുടെ ലത ചേച്ചിക്ക് 25 കോടി ഭാഗ്യക്കുറി സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. അതെയോ? അതുകൊണ്ടാണച്ചാ ലത ചേച്ചി ഞങ്ങളും അതിപ്പോ അറിഞ്ഞതേയുള്ളൂ. ആ സന്തോഷമാണിപ്പോ അച്ഛൻ കേട്ടത്. അവളുടെ ഭർത്താവിന് ഇപ്പോ എങ്ങനെ ഉണ്ട്? ബോധം തെളിഞ്ഞോ? തെളിഞ്ഞച്ചാ. കുടിച്ചു വീണതാണല്ലേ അച്ഛനെ പോലെ? അദ്ദേഹം ചോദിച്ചു. അച്ഛനെ പോലെ അല്ല, മഹാവഷളനാണ് അയാൾ. മുഴുകുടിയനാണച്ചാ, തുകിന പറഞ്ഞു. മോളെ തുകിനെ, നീ ലതയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ, റാമോഹൻ പറഞ്ഞു. അവൾക്ക് പാൻ കാർഡ് ഉണ്ടാവില്ല, അതെടുത്തു കൊടുക്കണം. സുമയോട് പറഞ്ഞ് ലോട്ടറി ടിക്കറ്റിന്റെ ബാക്കിൽ അവളെ കൊണ്ട് ഒപ്പിടിയിക്കണം. പേര് എഴുതുന്നിടത്ത് പേര് എഴുതിയിരിക്കണം. സുമയുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ, അവളെവിടെ? അച്ഛനോട് വന്നപ്പോൾ അച്ഛന് ചായ എടുക്കാൻ പോയിട്ടുണ്ട് അമ്മ കിച്ചണിലേക്ക്. ഇവളുടെ കാര്യം ആരും ഇവിടെ ചായ ചോദിച്ചില്ലല്ലോ. ലോട്ടറിയുടെ 2-3 ഫോട്ടോസ്റ്റാറ്റ് ആയിക്കോട്ടെ, അതെടുക്കണം. ഒരു കോപ്പിയും ലോട്ടറി ടിക്കറ്റും ലതയുടെ കൈവശം കൊടുത്ത് ബാങ്കിൽ ഏൽപ്പിക്കണം. അവൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. സുമയോട് നീ പറയും. ബാങ്കിൽ പോയി അവളോട് നിർദ്ദേശിക്കുന്നത് നിങ്ങളും പിന്നിൽ നിന്ന് ചെയ്തു കൊടുക്കണം. ഈ പൊട്ടക്കണ്ണനായ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. ആർക്കും ഒരു സഹായവും ചെയ്യാനാവില്ല. എനിക്ക് ഒന്നിനും നിങ്ങൾ അലഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ലായിരുന്നു. ലത ഭാഗ്യവതിയാണ്. എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ മുൻ ജന്മ സുഹൃതമാകും അവളെ ഈ ഭാഗ്യത്തിന് ഉടമയാക്കിയത്. സുമ ചായയുമായി എത്തി. റാമോഹൻ പറഞ്ഞു, ലതയ്ക്ക് വേണ്ടി നീയും കൂടെ പോയി ഉത്സാഹിച്ച് എല്ലാം ശരിയാക്കി കൊടുക്കണം കേട്ടോ സുമേ. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഭാഗ്യവതിയും ഉണ്ടായി. റാമോഹൻ പെട്ടെന്ന് മൗനമായി. സ്വന്തം കാര്യം ചിന്തിച്ചിട്ടെന്ന പോലെ തല കുമ്പിട്ടിരുന്നു. തുകിന അച്ഛനെ വിളിച്ചു. അച്ഛാ. അയാൾ തല ഉയർത്തി. അവൾ പറഞ്ഞു, തുണി ഇവിടെ അലക്കാൻ കൊണ്ടുവന്നത് നന്നായി. അതാരെങ്കിലും അലക്കാൻ കൊണ്ടുപോയിരുന്നെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയില്ലായിരുന്നു. എല്ലാം ദൈവനിശ്ചയമാണ് മോളെ. എൻ്റെ കാഴ്ച ഇല്ലാതായത് വരെ, റാമോഹൻ പറഞ്ഞു. ഇത് കേട്ടു നിന്ന ലത പറഞ്ഞു, ബാങ്കിൽ നിന്ന് രൂപ കിട്ടുമ്പോൾ സാറിൻ്റെ കാഴ്ച വീണ്ടെടുക്കാൻ ദൈവം തന്നതായിരിക്കും അല്ലേ സുമ ചേച്ചി? ലത സുമയോട് ചോദിച്ചു. റാമോഹൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. കാഴ്ച നഷ്ടപ്പെട്ടത് മദ്യദുരന്തത്തിലല്ലേ? കാഴ്ച കിട്ടില്ല, റാമോഹൻ പറഞ്ഞു. മരിച്ചവർ തിരിച്ചു വരില്ല. എൻ്റെ കാഴ്ച മരിച്ചു, തിരിച്ചു വരില്ല. അതിനാരും ശ്രമിക്കുകയും വേണ്ട. എന്നാലും സുമേ, നമ്മുടെ ലതയ്ക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ തോന്നിയല്ലോ. ഇനി ആ കുട്ടിയോട് വലിയ വാത്സല്യം എനിക്ക് തോന്നുന്നു കേട്ടോ. നിന്റെ മനസ്സിനാണ് മോളെ നിനക്ക് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. എനിക്കിപ്പോഴത് മനസ്സിലായി. റാമോഹൻ ബ്ലെയിൻ ഗെയിൻ കയ്യിലെടുത്തു. അതുകൊണ്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സുമ ചോദിച്ചു, മോളെ, നിന്റെ അച്ഛൻ പറയുന്നത് പോലെ കാഴ്ച ഒരിക്കലും കിട്ടില്ലേ? കിട്ടും അമ്മേ. ഡോക്ടർമാർ പറയുന്നത് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. ഉടനെ അതിന് ഫലം ഉണ്ടാവും. പിന്നെ അച്ഛൻ പഴയതുപോലെ എല്ലാം കാണും, പറന്ന് നടക്കും. നന്നായിട്ട് അച്ഛൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അവളുടെ വാക്കുകൾ കേട്ട റാമോഹൻ നടക്കാത്ത കാര്യം കേട്ടതുപോലെ പറഞ്ഞു. ഇപ്പോഴും ഞാൻ നടക്കുമ്പോൾ പറക്കുന്നുണ്ട്, വീഴുന്നു എന്ന് മാത്രം. അതൊക്കെ പോട്ടെ സുമേ, എനിക്കിത്തിരി ചായ കൂടെ എടുക്കുമോ സുമേ? എടുക്കാമല്ലോ. സുമ അരികത്തിരുന്ന് ഫ്ലാസ്കിൽ നിന്നും ചായ പാർന്നു. പഞ്ചസാരയ്ക്ക് കിച്ചണിലെത്തി. ലത അവിടെ എത്തി. പതിയെ ചോദിച്ചു, ഉള്ളതാണോ? എനിക്ക് ലോട്ടറി ഫസ്റ്റ് പ്രൈസ് ശരിക്കും കിട്ടിയതാണോ ചേച്ചി? അതെ, കിട്ടി. സത്യം? എങ്കിൽ തോനെ രൂപ കാണില്ലേ? കാണും. അവർ ബാങ്കിൽ ആ തുക ആക്കിത്തരും. പിന്നെ പലിശ കിട്ടും. അത് മതി നിനക്ക് ജീവിക്കാൻ. നിന്റെ കഷ്ടപ്പാടൊക്കെ തീർന്നു ലതേ. ലത അതിശയിച്ചു. അടുത്ത് കണ്ട കസേരയിൽ അവൾ ഇരുന്നു. സുമ ചായ റാമോഹന് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി കുടിച്ചു. ബ്ലെയിൻ ഗെയിൻ കൊണ്ട് തട്ടി വീഴാതെ നിഷ്പ്രയാസം നടക്കാൻ പഠിച്ചു. ലിവിംഗ് റൂമിലെത്തി. എന്നിട്ട് അദ്ദേഹം സുമയോട് പറഞ്ഞു, നീ ലതയെ സൂക്ഷിക്കണം. ലോട്ടറി അവൾക്ക് കിട്ടിയത് നമ്മളല്ലാതെ ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല, സുമ പറഞ്ഞു. അറിയിക്കണ്ട. അവളെ അപായപ്പെടുത്തും ചിലർ. പണത്തിനു വേണ്ടി വിഷമപ്പെടുത്തും. പാവങ്ങളല്ലേ അവർ. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്ക് നല്ല ധൈര്യം നീ കൊടുക്കണം. കുറച്ചു കാലം ഇവിടെ നിന്നോട്ടെ. പിന്നെ അവർക്കൊരു സൽക്കാരമൊക്കെ നൽകി പറഞ്ഞു വിട്ടേക്ക്. അവർ സന്തോഷമായി ജീവിച്ചുകൊള്ളും. ലതയെ പറഞ്ഞു വിടാനോ? കോടീശ്വരിയെ തന്നെ നിനക്ക് വേലക്കാരിയായിട്ട് വേണോ സുമേ? അതിമോഹമല്ലേ? ഞാൻ അങ്ങനെ അവളില്ലാതെ ജീവിക്കും, സുമ പറഞ്ഞു.
അവൾ മുമ്പേ ഇല്ലായിരുന്നല്ലോ. ഇനി വേലക്കാരി അത്യാവശ്യമെങ്കിൽ വേറൊന്നിന് നമുക്ക് കിട്ടില്ലേ? സുമ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. നിനക്ക് എന്ത് പറ്റി സുമേ? ഒന്നും പറ്റിയിട്ടില്ല. എനിക്കൊരു വിഷമം തോന്നുന്നു. അവളും എനിക്ക് നഷ്ടമായാൽ സഹായത്തിന് ഇത്ര ആത്മാർത്ഥമായിട്ട് ആരെ കിട്ടാനാണ്? അവൾ എനിക്ക് വേലക്കാരി അല്ല. എന്റെ സ്നേഹം മുഴുവൻ അവൾ പിടിച്ചെടുത്തിരിക്കുന്നു. രാമേട്ട, അത് ആലോചിക്കുമ്പോൾ തന്നെ കണ്ണു നിറയുന്നു. എന്റെ അനുവാദമില്ലാതെ കണ്ണു നിറയുന്നു. രാംമോഹൻ സുമയുടെ കണ്ണുകൾ തപ്പി കണ്ണീരൊഴുകുന്നതറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ കരയാൻ പറഞ്ഞതല്ല. യാഥാർത്ഥ്യം നമ്മൾ അറിയണ്ടേ സുമേ? നമ്മുടെ ശമ്പളം വാങ്ങി കുടുംബം നന്നാക്കാൻ വേണ്ടി മാത്രം വന്നവളാണ് ലത. അവളെ ഈശ്വരൻ കോടികളുടെ ഈശ്വരിയാക്കി അനുഗ്രഹിച്ചിരിക്കുന്നു. വീണ്ടും അവളെ വേലക്കാരിയാക്കി നമ്മളിവിടെ നിർത്തുന്നത് ശരിയാണോ എന്ന് വെറുതെ ഈ പൊട്ടക്കണ്ണൻ രാമേട്ടൻ കഴിവില്ലാതെയായപ്പോൾ മനക്കാഴ്ചയും കാഴ്ചയും ഇല്ലാതായി ഒന്നും പറഞ്ഞു പോയതാണ് സുമേ. നീ വിഷമിക്കണ്ട കേട്ടോ. അദ്ദേഹം അവളെ സമാധാനപ്പെടുത്തി. സുമ കിച്ചണിലെത്തി. ധൈര്യം സംഭരിച്ച് സുമ ലതയുടെ അരികത്ത് ചെന്ന് ചോദിച്ചു, ലതേ, നിനക്ക് കുറവുണ്ടോ മോളെ? നല്ല കുറവുണ്ട് ചേച്ചി. എല്ലാ വേദനകളും കുറഞ്ഞു. നല്ല കുറഞ്ഞിട്ട് നീ പോയാ മതി കേട്ടോ. ഇത് കേട്ട ലത സങ്കടത്തോടെ എഴുന്നേറ്റു. അവൾ സുമയോട് ചോദിച്ചു, ചേച്ചി ചേച്ചി എന്താണ് ചേച്ചി പറഞ്ഞത്? ഞാൻ എവിടെ പോവാൻ? എനിക്ക് ഒരിടത്തും പോണ്ട ചേച്ചി. ചേച്ചി എന്നെ പറഞ്ഞു വിടല്ലേ സുമ ചേച്ചി. സജിയേറ്റൻ എടുത്ത ടിക്കറ്റ് എനിക്ക് ശാപമാകരുത് ചേച്ചി.